ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സങ്കടഹര ചതുർത്ഥി ദിവസം. നമ്മുടെ സങ്കടങ്ങളെയെല്ലാം ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന തേയ്പിറ സങ്കടഹര ചതുർത്ഥി. നമ്മുടെ എല്ലാ വിഷമങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിവസമാണ് തേയ്പിറ സങ്കടഹര ചതുർത്ഥി ദിവസം എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകല തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ വേണ്ടിയും വിഘ്നങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയും വിനായക ഭഗവാനെ വഴിപാട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യുത്തമം തന്നെയാണ്. ഏതൊരു ശുഭകാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും അതിന് ആദ്യം വിനായക ഭഗവാനെ വണങ്ങി പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമായിരിക്കും നമ്മൾ ഏതൊരു പൂജകളോ അല്ലെങ്കിൽ മന്ത്രജപങ്ങളോ അല്ലെങ്കിൽ ശുഭകാര്യങ്ങളോ തുടങ്ങുന്നത്. അങ്ങനെയുള്ള വിനായക ഭഗവാനെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ചതുർത്ഥി ദിവസം എന്ന് പറയുന്നത്. അതിലും പ്രധാനമായിട്ടും ഈ സങ്കടഹര ചതുർത്ഥി ദിവസത്തിൽ നമ്മൾ വിനായക ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും. അതിലും പ്രധാനമായും പണവരവ് വർദ്ധിക്കുവാൻ വേണ്ടിയും സാമ്പത്തിക തടസ്സം ഇല്ലാതാക്കുവാൻ വേണ്ടിയും കൊടുത്ത പണം തിരികെ ലഭിക്കുവാൻ വേണ്ടിയും നമ്മൾ ഈ ഒരു ദിവസത്തെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാരണം ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ചയോടുകൂടി വരുന്ന സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത് 100% ഫലം തേടിത്തരുവാൻ സാധിക്കുന്ന ഒന്നാണ്. ഇന്ന് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവരുണ്ടാകും, ഒരുപക്ഷെ ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ടാകും, ഇനി സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടാകും. ഇങ്ങനെ ഉണ്ടെങ്കിലും പോലും ഇന്ന് ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും വീട്ടിൽ ദീപം തെളിയിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പുലവാലായ്മയാണ്, പീരിയഡ്സ് ആണ് എന്ന് പറയുന്നവരാണെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വെറും 1 മിനിറ്റ് മാത്രം ഈ മന്ത്രം ഒന്ന് ജപിക്കുക. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലണമെന്ന് ഞാൻ ഇവിടെ ഒരിക്കലും പറയുന്നില്ല. 1 മിനിറ്റ് മാത്രം മനസ്സുരുകി വിനായക ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുക. അതിന് നമ്മൾ പൂജാമുറിയിൽ കയറിയില്ലെങ്കിലും കൈയും മുഖവും കഴുകി താഴെ തറയിലിരിക്കുകയോ, ഇനി അഥവാ തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കസേരകളിലോ കട്ടിലിലോ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് വിനായക ഭഗവാന്റെ മുന്നിൽ നമ്മുടെ ഏത് ആഗ്രഹം നിറവേറി കിട്ടണമെന്നാണോ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്നത് അതുപോലെ ഒരു മാനസികമായ ഒരു പ്രാർത്ഥന നമ്മൾ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണോ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വിനായക ഭഗവാന്റെ മുൻപിൽ ഇരു കൈയും കൂപ്പി പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ എൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, അതേ രീതി തന്നെയാണ്. അങ്ങനെ മാനസികമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരൊറ്റ വരി മന്ത്രം നിങ്ങൾ ജപിക്കാവുന്നതാണ്. ഓം വക്രതുണ്ടായ നമഃ, ഓം വക്രതുണ്ടായ നമഃ. ഈ ഒരു മന്ത്രമാണ് ഒറ്റ നിമിഷം നമ്മൾ ചൊല്ലേണ്ടത്. അതിൽ കൂടുതൽ ചൊല്ലാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. മാത്രമല്ല വക്രതുണ്ടായ നമഃ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളഞ്ഞ തുമ്പിക്കൈ ഉള്ളവൻ എന്നാണ് അർത്ഥം. ഗണപതി ഭഗവാന്റെ രൂപം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ ശരീരമുള്ള ഭഗവാനാണ് വിനായക ഭഗവാൻ. വളഞ്ഞ തുമ്പിക്കൈ ഉള്ള ഭഗവാനാണ് വിനായക ഭഗവാൻ. ആന മുഖത്തോടു കൂടിയുള്ള ഭഗവാനാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള വിനായക ഭഗവാനെ ഈ ഒരൊറ്റ വരി മന്ത്രം ജപിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിയാണെങ്കിലും അല്ല നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പണം നമ്മളിലേക്ക് തേടി വരുവാൻ വേണ്ടിയാണെങ്കിലും ഇനി അഥവാ നമുക്ക് നാളെ ആർക്കെങ്കിലും പണം കൊടുക്കുവാനുണ്ട്, അവർ നാളെ അവസാനത്തെ തീയതി തന്നിരിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ ഒരു മന്ത്രം ജപിച്ച് കിടന്നുറങ്ങുക. നാളെ തീർച്ചയായും ഭഗവാൻ ഏത് വഴിയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ആ ഒരു തുകയെ നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പെട്ടെന്ന് മനസ്സ് ഇളകുന്ന ഭഗവാനാണ് വിനായക ഭഗവാൻ. നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമ്പോഴും നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് വിനായക ഭഗവാനെയാണ്. ഇനി ക്ഷേത്രത്തിൽ മാത്രമല്ല, നമ്മളൊരു കുളക്കരയിൽ പോവുകയാണെങ്കിലും അവിടെ ഒരു ആലിൻ ചൂട്ടിൽ ഭഗവാൻ ഉണ്ടാകും. ഇനി അതല്ല, ചില വീടുകളിൽ മുൻവശത്ത് വിനായക ഭഗവാനെ വെച്ചിട്ടുണ്ടാകും. ബാക്കി ഏത് ദൈവങ്ങളെയും വീടിന് മുൻപിൽ വെക്കാറില്ല, പക്ഷേ വിനായക ഭഗവാനെ വെച്ചിട്ടുണ്ടാകും. അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ ലളിതമായി വിശ്വാസത്തോടു കൂടി നമ്മൾ ഒരൊറ്റത്തവണ വിനായക ഭഗവാന്റെ തിരുനാമങ്ങളോ മന്ത്രങ്ങളോ ജപിച്ചാൽ പോലും നമ്മളിലേക്ക് ഫലം എത്തും. കാരണം തൻ്റെ ഭക്തയുടെ
കണ്ണീരു കാണാൻ ഇഷ്ടപ്പെടാത്ത ഭഗവാനാണ് വിനായക ഭഗവാൻ എന്നാണ് പറയുന്നത്. തന്നെ മാത്രം വിശ്വസിക്കുന്ന ഏതൊരു ഭക്തനെയും കൈപിടിച്ചുയർത്തുവാനും അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനും സാധിക്കുന്ന ഒരു ഭഗവാൻ വിനായക ഭഗവാനാണ്. വളരെ എളിമയായി ചെയ്ത ഒരു വഴിപാടാണെങ്കിലും എളിമയായി ചൊല്ലുന്ന ഒരു മന്ത്രജപങ്ങളാണെങ്കിലും അത് മനഃപൂർവ്വമായി സ്വീകരിച്ച് അതിൽ നിന്നും നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തരുവാൻ സാധിക്കുമോ ആ അനുഗ്രഹങ്ങളെല്ലാം തന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്ന വിനായക ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഈ സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ കറുകപ്പുല്ല് വാങ്ങിക്കൊണ്ടുപോയി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വെള്ളരിക്കിൻ്റെ മാല കെട്ടി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ സങ്കടഹര ചതുർത്ഥി ദിവസത്തിൽ വിനായക ഭഗവാന്റെ വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്ത് വിനായക ഭഗവാന്റെ ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി വീട്ടിൽ ഇന്ന് വഴിപാട് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളവർ നമ്മുടെ കഷ്ടപ്പാടുകൾ അലിഞ്ഞ് ഇല്ലാതായി പോകുവാൻ വേണ്ടി ഒരു ചെറിയ മന്ത്രരീതി ഞാൻ ഇവിടെ പറയാം. നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ഇന്ന് മറക്കാതെ അത് ചെയ്യുക. 6 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇന്ന് ഈ ഒരു വഴിപാട് നമ്മുടെ വീടുകളിൽ ചെയ്യാം. പക്ഷെ അത് ശുദ്ധമായിരിക്കണം എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇതിനായിട്ട് നമ്മുടെ കയ്യിലെല്ലാം വെല്ലമുണ്ടാകും, അതായത് ശർക്കര. ആ ശർക്കര പൊടിച്ച് അതിൽ കുറച്ച് നെയ്യൊഴിക്കുക. നെയ്യൊഴിക്കുമ്പോൾ തന്നെ ആ ശർക്കര ഉരുകി വരും. നമ്മൾ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. വെറുതെ പൊടിച്ച ശർക്കരയിൽ നമ്മൾ നെയ്യൊഴിച്ച് അതിൽ നമ്മൾ എങ്ങനെയാണോ മഞ്ഞൾ വിനായകനെ പിടിച്ചു വെക്കുന്നത്, അതായത് മഞ്ഞൾ പിള്ളയാർ എന്ന് പറയും, ഞാൻ ഇവിടെ ആ ചിത്രം കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ ആ വെല്ലവും നെയ്യും ചേർത്ത് കുഴച്ച് നമുക്ക് ഈ രീതിയിൽ ആക്കി അത് ഒരു ആലിലയോ അല്ലെങ്കിൽ ഒരു വെറ്റിലയോ വെച്ച് അതിന് മുകളിൽ വെച്ച് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് ഒരു നെയ്ദീപം തെളിയിച്ച് നമ്മുടെ തീരാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർന്നു കിട്ടുവാനായിട്ട് വിനായക ഭഗവാന്റെ മന്ത്രങ്ങൾ അറിയുമെങ്കിൽ അത് ജപിക്കുക. അല്ലെങ്കിൽ ഓം വക്രതുണ്ടായ നമഃ എന്നുള്ള മന്ത്രം 1008 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മൾ ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ്. ഇത് 11 സങ്കടഹര ചതുർത്ഥി ദിവസത്തിൽ ഈ വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തിക തടസ്സമാണെങ്കിലും ജീവിതത്തിലൊരു സമാധാനമില്ലായ്മയാണെങ്കിലും തൊഴിൽ ഉയർച്ചയില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിലും ഇനി തൊഴിൽ ലഭിക്കാതെ വിഷമിക്കുന്നവരാണെങ്കിലും ഇനി മക്കൾക്ക് വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, മക്കളുടെ വിവാഹത്തിന് വേണ്ടി സങ്കടപ്പെടുന്ന അച്ഛനമ്മമാരുണ്ടാകും, അവർക്ക് എന്നിങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുവാൻ വേണ്ടി 11 സങ്കടഹര ചതുർത്ഥി ദിവസത്തിൽ ഈ ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ വെല്ലം അല്ലെങ്കിൽ മഞ്ഞൾ പിള്ളയാർ പോലെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ വെല്ലം എപ്പോഴാണ് എടുത്തു മാറ്റേണ്ടത് എന്നാൽ ചതുർത്ഥി കഴിഞ്ഞ് പിറ്റേ ദിവസം, നമ്മൾ ഇന്ന് വൈകുന്നേരം പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതിനെ കാൽപ്പെടാത്ത സ്ഥലത്ത് ഒരു കപ്പിൽ വെള്ളമെടുത്ത് അതിൽ അലിയിച്ച് നമ്മൾ ഉറുമ്പുകൾക്ക് കൊടുക്കാവുന്നതാണ്. അതായത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിക്കാം. കാരണം നമ്മൾ ചവിട്ടരുത്, കാരണം നമ്മൾ പൂജ ചെയ്ത് വഴിപാടുകളെല്ലാം ചെയ്ത് ഭഗവാനല്ലേ. ആ മധുര വിനായകനെ വെള്ളത്തിൽ കലക്കി നമ്മൾ ആരും ചവിട്ടാതെ ഉറുമ്പുകൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ മണ്ണിൽ ഒഴിച്ചു വിട്ടാൽ മതി, ഉറുമ്പുകൾ വന്ന് എടുത്തുകൊണ്ട് പോകും. ഇത് നമ്മൾ ചെയ്യാവുന്നതാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാട് രീതിയാണ്. ഇതുവരെയും ഈ ഒരു വഴിപാട് ആരും ചെയ്ത് പരാജയപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും ഫലം തരുന്ന ഒരു അത്ഭുത വിനായക വഴിപാടാണ് ഇത്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മാത്രം ഈ ഒരു വഴിപാട് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നിറവേറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വഴിപാട് രീതികൾ, മന്ത്രജപങ്ങൾ, പൂജാരീതികൾ, താന്ത്രികങ്ങൾ, അതുപോലെ തന്നെ ദൈവീക കഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.